ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നൊരു സബ്ജക്റ്റാണ് ഫിസിക്സ്. അപ്പോൾ അത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി കൊണ്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഫിസിക്സിലേക്ക് എളുപ്പം എത്തുക എന്നുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ടാകും നമുക്ക് ഫിസിക്സ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. എൻ്റെ നീറ്റ് എക്സാം ജേർണിയിൽ ഞാൻ ഫിസിക്സിനോട് വരുത്തിയ ഒരു കാഴ്ചപ്പാട് മാറ്റിയതിന് ശേഷം മാത്രമാണ് എനിക്ക് ഫിസിക്സിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയത്. നീറ്റ് എക്സാമിനായിക്കോട്ടെ എനിക്ക് ഫിസിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ മാത്രമേ പോയിട്ടുള്ളൂ. ഒന്ന് ഞാൻ തെറ്റിപ്പോയി, ഒന്ന് ഞാൻ എഴുതാതിരുന്നതാണ്. അങ്ങനെ 171 മാർക്സിലാണ് എനിക്ക് ഈ പ്രാവശ്യം നീറ്റിൽ ഫിസിക്സിന് സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ 0യിൽ നിന്ന് ഇത്രത്തിലേക്ക് ഞാൻ എത്തിയതിന് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഫിസിക്സ് ജേർണി കൊണ്ടുപോയതെന്നും എങ്ങനെയാണ് അത് നമുക്ക് ഫിസിക്സിനോടുള്ള കാഴ്ചപ്പാട് മാറ്റേണ്ടത്, ഏത് രീതിയിലാണ് ഫിസിക്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് പേർക്ക് ഫിസിക്സ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇതൊരു യൂസ്ഫുള്ളായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള സ്ട്രാറ്റജി വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നതിന് മുന്നേയും പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് നമുക്ക് വേണമെന്ന്. അപ്പോൾ എന്ത് ചെയ്താലും ഞാൻ പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താണ് എനിക്ക് പഠിക്കാനുള്ളത് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസത്തെ ഫുള്ളായിട്ടാണ് ഞാൻ സാധാരണ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാറ്. 4 സബ്ജക്റ്റും ഒരു ദിവസം തീർക്കണം എന്നുള്ള രീതിയിലാണ് പ്രിപ്പയർ ചെയ്യൽ. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി അങ്ങനെ 4ഉം കവർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് 1 ഡേ ടൈം ടേബിൾ എൻ്റെ പോകുന്നത്. അപ്പോൾ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിസിക്സിലേക്ക് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അതിൽ ഏതൊക്കെ കൺസെപ്റ്റുകളാണ് എനിക്കിന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ഞാനിന്ന് കവർ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് എനിക്കുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഓൾറെഡി ഒരു ടൈം ടേബിൾ നമുക്ക് തന്നിട്ടുണ്ടാവും എത്രത്തോളം തീർക്കും എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഫിസിക്സ് എത്രത്തോളം കവറായി എന്നുള്ളൊരു ബോധം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനത് ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളതെന്ന് കൺഫേം ആക്കും. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ആറ്റംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ ടോപ്പിക്സാണ് ഞാനിന്ന് കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാം. ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് കവർ ചെയ്യണം. ദെൻ പിന്നെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, പിന്നെ അറ്റോമിക് സ്പെക്ട്ര, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും കൂടി അപ്പോൾ ഇന്ന് എനിക്ക് കവർ ചെയ്യാനുള്ളത് 4 ടോപ്പിക്സാണ്. അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്ലാസ് കണ്ടിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്തത് ക്ലാസ് കാണലാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെയാണ് നോട്ട്സൊക്കെ എഴുതുന്നത്. നോട്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാം അതിലുള്ളത് കോപ്പി ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് ഇതിൻ്റെ സ്ലൈഡുകൾ പിന്നീട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ DPP എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നോട്ട്സ് അങ്ങനെ കൂടുതലായിട്ട് എഴുതേണ്ടി വന്നിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന വിട്ടു പോകരുത് എന്ന് തോന്നുന്നതായിട്ട് ഉള്ള പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ നോട്ട്സിലേക്ക് പകർത്താറുള്ളൂ. പിന്നെ ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം നോട്ട്സിലേക്ക് പകർത്തും, അല്ലെങ്കിൽ ആ മെറ്റീരിയലിൽ തന്നെയാണ് കൂടുതലും എഴുതി വെച്ചിരുന്നതും എല്ലാം. ആ മെറ്റീരിയൽ തന്നെ മതിയായിരുന്നു, വേറെ കൂടുതലായിട്ടൊന്നും വേണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേറൊരു നോട്ടിൽ എഴുതി അങ്ങനെ സെറ്റാക്കി വെക്കലായിരുന്നു പതിവ്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ക്ലാസ്സും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോട്ട്സും കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെക്സ്റ്റ് വായിച്ചിട്ട് ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷോർട്ട് നോട്ട്സിലൊക്കെ എടുത്ത് മാറ്റണം. ഇത് ജസ്റ്റ് ഒരു ലെക്ചർ നോട്ടാണ്. ഇതിൽ നിന്നുള്ള ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ ഈ ഷോർട്ട് നോട്ട്സിലേക്ക് മാറ്റുള്ളൂ. ഇക്വേഷൻസും പിന്നെ ഒട്ടും വിട്ടുപോകരുത്, എന്തായാലും ഓർമ്മയിൽ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇനി ഇതിൽ നിന്ന് ഷോർട്ട് നോട്ടിലേക്ക് പ്രിപ്പയർ ചെയ്യുള്ളൂ. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, പഠിക്കാനുള്ള ടൈമിലാണ് ഈ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാണ്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടൈം കണ്ടെത്തുക എന്നുള്ളതല്ല. ജസ്റ്റ്
ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ആ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ ആ ടൈമിൽ തന്നെ അത് ഷോർട്ട് നോട്ടിലേക്ക് മാറ്റുക. പിന്നെ ഓർമ്മയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഷോർട്ട് നോട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബുക്കിലേക്കാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം മറ്റേ ഇക്വേഷൻസും പിന്നെ ജസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നോട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ടെക്സ്റ്റ് വായിച്ച് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് ചെയ്തു പോകുന്നത്. പാറ്റേൺസ് പോലുള്ള ചാപ്റ്ററൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് വായിക്കുന്നത് എന്തായാലും നല്ലതാണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് വരികയാണെങ്കിൽ തന്നെ നല്ല ടെക്സ്റ്റ് വായിച്ചിരിക്കുന്നത് കുറച്ച് നല്ലതാണ്. അതാണ് ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് വായിക്കാൻ പോകുന്നതും പിന്നെ ലെക്ചർ നോട്ട് റെഫർ ചെയ്ത് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുന്ന വഴി എന്തെങ്കിലും ചെറിയ പോയിൻറ്റ്സ് ഇപ്പോൾ സാറ് പറയാൻ വിട്ടുപോയതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ടെക്സ്റ്റ് വായിക്കുന്നതിലൂടെ കിട്ടും. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതുപോലും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല എക്സാംസിലും സൈലത്തിലെ പല എക്സാംസിലും ഇതുവരെ ചോദിച്ചിട്ടുള്ളതാണ്. അതും ഇവിടെ നമ്മുടെ ഈ 0.14% എന്നുള്ളതൊക്കെ കുറേ എക്സാംസിലൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയാൻ വിട്ടുപോയ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് വായിക്കുന്നതിലൂടെ നമുക്ക് ഒബ്റ്റെയിൻ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഗ്രാഫൊക്കെ നമ്മൾ നോക്കി പോകുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ടെക്സ്റ്റ് ഫെമിലിയർ ആയിരിക്കുക എന്നുള്ളത് ഏത് സബ്ജക്റ്റിനായാലും ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്. ടെക്സ്റ്റ് വായിക്കുന്നതിലൂടെ നമുക്ക് കുറേ പോയിൻറ്റ്സ് സാറ് പറയാൻ വിട്ടുപോയതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഫിസിക്സിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കംപ്ലീറ്റ് ചെയ്തെല്ലാം ഇതിൽ ടിക്ക് ചെയ്ത് കൊടുത്തു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് MCQs നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഡൗട്ട്സ് MCQ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പോർഷൻ ക്ലിയർ ആയോ ഇല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ MCQ ചെയ്തതിന് ശേഷം ഞാൻ മനസ്സിലാക്കും എനിക്ക് എവിടെയാണ് ഈ ചാപ്റ്ററിൽ ഡിഫിക്കൽട്ടായിട്ടുള്ളതെന്നും എവിടെയാണ് എനിക്ക് ആ ഒരു കൺസെപ്റ്റ് മിസ്സായി പോയതെന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ MCQ ആണ് അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും യൂസ് ചെയ്തിരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബുക്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് +2 ആറ്റംസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ വർക്ക് ഔട്ട് ചെയ്തു. എനിക്ക് ഡൗട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ടായി. അപ്പോൾ എനിക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യനോ എനിക്ക് കിട്ടാത്തതായിട്ടുള്ള സൊല്യൂഷൻ നോക്കിയിട്ട് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഡൗട്ടായിട്ട് പിറ്റേ ദിവസം സാറിൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലാവാത്തത് എനിക്കൊരു ബുക്കുണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ സാറിൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ നമുക്ക് കിട്ടാത്തത് അതിൽ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എനിക്ക് ഡൗട്ടായിട്ട് വന്നൊരു ക്വസ്റ്റ്യനാണിത്. അത് ഞാൻ എൻ്റെ ഡൗട്ട് ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് പിന്നെ ഡൗട്ട് ക്ലിയറൻസിന് സാറ് വരുമ്പോൾ അത് ചോദിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രാവശ്യം ഡൗട്ട് വന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ വീണ്ടും ഞാൻ ഒരു എക്സാമിൻ്റെയൊക്കെ തൊട്ട് മുന്നേ ഇതെടുത്തൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി അത് ബെനിഫിറ്റ് ആയിരിക്കും. കാരണം എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ അപ്രോച്ച് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒക്കെ എനിക്ക് കൂടുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻ വേറൊരു ബുക്കിലേക്കായി അത് ക്ലാരിഫൈ ചെയ്താൽ പിന്നെ അത് നമുക്കൊരു റിവിഷൻ പോലെ അത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് എനർജി ലെവൽസിൻ്റെയും അവിടേക്ക് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്തായാലും അതെല്ലാം ക്ലിയർ ആക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ആ ഭാഗം കുറച്ച് വീക്കാണെന്നുള്ളത് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ വേറൊരു ബുക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ചാപ്റ്ററിന് വേണ്ടിയിട്ടും ഓരോ പേജ് ഇതാക്കിയിട്ട് ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് ഡിഫിക്കൽട്ടുള്ള ഭാഗം ഏതാണ്, പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പറ്റാതിരുന്ന ഭാഗം ഏതാണോ അത് ഞാൻ ഇങ്ങനെ
നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇപ്പോൾ എക്സാമിനായാലും എക്സാമിൻ്റെ തലേദിവസം റിവിഷന് വേണമെങ്കിലും ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഭാഗം ഞാൻ പിന്നെ നോക്കിയില്ലെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും എന്നെനിക്ക് ഇപ്പോൾ മനസ്സിലായതാണ്. ആ സംഭവം ഞാൻ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് റിവിഷൻ ടൈമിൽ കൂടുതൽ നമുക്കറിയാവുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമുക്കറിയാത്തത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്തിരി ഡൗട്ട്ഫുള്ളും ഇത്തിരി പ്രശ്നമായിട്ട് നിൽക്കുന്ന സംഭവങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ടൈമും അവിടെ കുറേ നമുക്ക് കൈ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഏത് ഭാഗമാണ് ഈ ചാപ്റ്ററിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അത് കൂടുതൽ ഹെൽപ്ഫുള്ളായി. അപ്പോൾ എനിക്കങ്ങനെ രണ്ട് ഇത് എനർജി ലെവൽസിലുള്ള ഒരു ഇതും പിന്നെ ട്രാൻസിഷൻസിൻ്റെ ക്വസ്റ്റ്യനുമാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ അത് രണ്ടും എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. എനിക്ക് കുറച്ച് ടൈമും കൂടി അതിൽ സ്പെൻഡ് ചെയ്യണം. എക്സാമിൻ്റെ സമയത്ത് ഒന്ന് നോക്കണം എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത ടോപ്പിക്സായിട്ട് ഈ ചാപ്റ്ററിൻ്റെ തന്നെ വരുമ്പോൾ അതിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെ ഒരു ചാപ്റ്ററിൻ്റെ തന്നെ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം എനിക്ക് ഇതിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്കതിൽ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലെ എൻ്റെ ഫിസിക്സിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് പോകാനുള്ള ടൈമാണ്. അപ്പോൾ നെക്സ്റ്റ് സബ്ജക്റ്റ് ഞാനിപ്പോൾ ബയോളജിയാണ് എടുക്കാൻ പോകുന്നത്. കാരണം ഫിസിക്സ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കെമിസ്ട്രിയിലേക്ക് മാറിയാൽ എനിക്കതൊരു ഹെക്റ്റിക്കായിട്ട് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയിലൊരു ബ്രേക്ക് പോലെ ജസ്റ്റ് ബയോളജി ക്ലാസ് കാണണമെന്ന് എനിക്ക് ബയോളജിക്ക് അധികം നിർബന്ധമില്ല. കാരണം ഓൾമോസ്റ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ടെക്സ്റ്റ് വായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓഫ്ലൈൻ ആയതുകൊണ്ട് എന്തായാലും ക്ലാസ്സിൽ തന്നെ ഇരിക്കണമായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ക്ലാസ് കേൾക്കും, അല്ലാണ്ട് വീഡിയോ ക്ലാസ്സിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റ് വെറുതെ വായിച്ച് ഇത് ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. പിന്നെ കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഫിസിക്സിന് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ച് നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഫിസിക്സ് കുറച്ചുകൂടി എളുപ്പമായി തോന്നുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതും അതിനോടുള്ള കാഴ്ചപ്പാട് മാറിയതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും എന്തായാലും ഇതെല്ലാം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങളെക്കൊണ്ടും ഫിസിക്സ് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ കുറേ പേർക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന സബ്ജക്റ്റാണ് ഫിസിക്സ്. അപ്പോൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്താൽ അതെന്തായാലും സിമ്പിളായിട്ട് മാറും എന്ന് നല്ല ഉറപ്പ് എനിക്കുണ്ട്. കാരണം ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്നതുപോലെ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര ഹെൽപ്ഫുള്ളായി എന്ന് എന്തായാലും കമൻറ്റിൽ പറയാം. ഇനി കൂടുതൽ ഏത് തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനത്തെയൊക്കെ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനെങ്ങനെ ഫിസിക്സ് അപ്രോച്ച് ചെയ്തത്, എങ്ങനെ പഠിച്ച് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിച്ചത് എന്ന് നിങ്ങളെ കാട്ടിത്തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.